When I was praying for 2025, God revealed to me this is the year of heavenly election. This is the year of heavenly election. ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്ന വർഷമാണ് 2025. എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു? God selecting his people for his purpose. Praise the Lord. God selecting his people for his purpose. അതിനുവേണ്ടി ഒരു വാക്യം we will read a verse. Matthew 22:14. For many are called, but few are selected or chosen. Selected. നീ ഒരു ശ്രദ്ധിക്കണമേ. After reading, please listen this sentence. God is calling many people. ദൈവം ഒത്തിരി പേര് വിളിച്ചോണ്ടിരിക്കുക. Many respond positively to God, many respond negatively to God. ശരിയാണോ? Correct or not? That means the heavenly calling 100% is not fulfilled. വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ വിളി 100% ഫുൾഫിൽ ആകുന്നില്ല. എന്നാൽ സെലക്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ 100% ഫുൾഫിൽ ആകുക. സ്തോത്രം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. That means a perfect spiritual journeyയിലേക്ക്, ഒരു പെർഫെക്റ്റ് സ്പിരിച്വൽ ലൈഫിലേക്ക് 2025 ദൈവം നമ്മെ കൊണ്ടുപോകാൻ പോവുകയാണ്. സ്തോത്രം. കഴിഞ്ഞ വർഷങ്ങൾ ഒത്തിരി നഷ്ടം വന്നത്, കഴിഞ്ഞ വർഷങ്ങളിൽ വിടുതൽ വരാഞ്ഞത് വിളിയുടെ സമയമായിരുന്നു. 100% ഒന്നും നടന്നില്ല. സ്തോത്രം. You are praying up to 2024. God, I was praying for many matters. Not all are replied. We are seeking for a deliverance. Nothing happened because this was the period of calling. Because 100% will not be happen. But 2025 is the period of perfect deliverance. Hallelujah. Your prayers will be answered. Deliverance will come into your family. What you think today morning, it will not happen. It is going to happen because selection എന്ന് പറഞ്ഞാൽ 100%. വിളിക്കപ്പെട്ടവരിൽ നിന്ന് ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എന്ത് വിശ്വസിക്കണം? ഒന്നാം തീയതി രാവിലെ 100% ഞാൻ ജയിക്കും. 100% പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. All my prayers will be answered. Praise the Lord. 100% I will see the victory. I will attain a perfect spiritual life. All my pending prayers will be answered. Praise the Lord. Praise the Lord. അപ്പം 2025 ഒരു നെഗറ്റീവ്, ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. എവറി മൊമെന്റ് എക്സ്പെക്ട് ഫോർ എ മിറക്കിൾ. Because God is going to do perfect things at the perfect time. കൃത്യമായി ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. എങ്ങനെയാണ് സംഭവിച്ചത്? If you read Psalms 89, 19, 20, നമ്മുടെ കലണ്ടറിലുള്ള വാക്യമാണ്. Psalms 89, 19, 20. ജനത്തിൽ നിന്നൊരു വൃതനെ ഉയർത്തുകയും ചെയ്തു. I found my servant David. I selected my servant David. Praise the Lord. Praise the Lord. അപ്പോൾ many are there. എൻ്റെ ഒന്നര വായിച്ച് എൻ്റെ 19 ഇങ്ങനെ വായിക്കുന്നു. I have given help to one who is mighty. I have exalted one chosen from the people.
ഞാൻ സെലക്ട് ചെയ്ത പീപ്പിളിൽ നിന്ന് ഒരുവനെ ഉയർത്തി, പെർഫെക്ഷനിലേക്ക് നടത്തി. ഐ ഫൗണ്ട് മൈ സെർവൻറ്റ് ഡേവിഡ്. അപ്പം പ്രോസസ് ഓഫ് സെലക്ഷൻ എന്താണ് നമ്മൾ പഠിക്കണം. ഹൗ ദ പ്രോസസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. നമ്മളിപ്പോൾ ഏത് പീരീഡിലായിരുന്നു? പീരീഡ് ഓഫ് കോളിംഗ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് യു റെസ്പോണ്ട് പോസിറ്റീവ്ലി ടു ഗോഡ്. അതുകൊണ്ട് ആ പീരീഡ് ഓഫ് കോളിംഗ് നിൽക്കുകയാണ്. ഇനി നമ്മൾ ദൈവം ട്രാൻസ്ഫോം ചെയ്ത് കയറ്റാൻ പോകുന്നത് പീരീഡ് ഓഫ് എലക്ടിങ് യുവർ സെൽഫ്. നിന്നെ തിരഞ്ഞെടുക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം നിന്നെ ചേഞ്ച് ചെയ്യുകയാണ് ഈ വർഷം. അതെങ്ങനെ ആ പ്രോസസ്സ് നമുക്ക് നോക്കാം. വേഗത്തിൽ വായിച്ച് സഹായിക്കണം. ഹീബ്രൂസ് 3:1. വളരെ വേഗത്തിൽ മെസ്സേജ് അവസാനിക്കും. ഹീബ്രൂസ് 3:1. ഫസ്റ്റ് യു ആർ റിസീവിങ് എ ഹെവൻലി കോളിംഗ്. സ്വർഗത്തിൽ നിന്ന് എന്ത് കിട്ടി? യു റിസീവ്ഡ് എ ഹെവൻലി കോളിംഗ്. യു ആർ എൻജോയിങ് യുവർ യൂത്ത്. യു ഹാഡ് മെനി പ്ലാൻസ്. നീ പോലും അറിയാതെ one day or one night you received a heavenly calling. Praise the Lord. Hallelujah. You don't know about the word of God. You don't know the spelling of Jesus. You don't know anything about heaven, but still you received a heavenly calling. ആ കോളിംഗ് എന്ന ദൈവം പിന്നെ ചുമ്മാതിരുന്നില്ല. Ephesians chapter 1:18 എന്ന് വായിച്ചു. Ephesians 1:18. What God did after the calling. In English also. And you also become God's people when you heard the true message, the good news that brought you salvation. You believed in Christ, and God put his stamp of ownership on you by giving you the Holy Spirit he had promised. Ephesians 1:18. I ask that your minds may be open to that the minds may be open to see his light, so that you will know what is the hope to which he has called you, and how rich are the wonderful blessings he promises his people. The eyes of your understanding be enlightened, that you may know what is the hope of his calling. You received a heavenly calling, then he sent his Holy Spirit upon us. പരിശുദ്ധാത്മാവിനെ തന്നിട്ട് അറിയാമോ? You should realize the secret, the purpose, the hope of God behind this calling. Hallelujah. ചുമ്മാ വിളി കേട്ടപ്പം അങ്ങ് നടന്നുപോയില്ല. പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് നിന്റെ അപ്പൻ എന്തിനാ നിന്നെ വിളിക്കുന്നതെന്ന് അവൻ നിന്നെ അറിയിച്ചു. സ്തോത്രം. He revealed to you. നിന്നെ വെറുതെ വിളിച്ചതല്ല. സ്തോത്രം. നിന്റെ അപ്പൻ എന്തിനാണ് നിന്നെ വിളിക്കുന്ന അറിയിച്ചു. Praise the Lord. Ephesians 4:1-2 ഒന്ന് വായിച്ചേ. English. As a prisoner for the Lord, then I urge you to live a life worthy of the calling you have received. When you receive the hope of his calling, you realize one truth. ഇനി എല്ലാ മനുഷ്യരും നടക്കുന്നത് എനിക്ക് നടക്കാൻ പറ്റിയല്ല. I cannot walk like a common man. I cannot live like a worldly man. I have to respond according to my calling. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ തുടങ്ങി. ട്രാൻസ്ഫോർമേഷൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. I want to respond according to his calling. Praise the Lord. 1 Thessalonians 5:24 എന്ന് വായിക്കുക. Praise the Lord. See the process? He called you. He revealed the truth behind his calling. Then you realized,
I have to move. I have to live according to my calling. When you start moving with the person who called you, you realize the truth. The person who called is faithful. Hallelujah. വിളി കേട്ടപ്പോ തോന്നിയില്ല, പരിശുദ്ധാത്മ തന്നപ്പോ തോന്നിയില്ല, ആമേ ഇങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു തോന്നിയില്ല. കർത്താവിനോട് നടക്കാൻ തുടങ്ങിയപ്പോ നിനക്ക് മനസ്സിലായി വിളിച്ചവൻ വിശ്വസ്തന. When you start moving with Christ, you realize the truth. He is faithful. Hallelujah. Praise the Lord. 2 Thessalonians chapter 1, 10 to 12. On the day he comes to be glorified in his holy people and to be marveled at among them, those who have believed, this includes you, because you believed our testimony to you. With this in mind, we constantly pray for you, that our God may make you worthy of his calling. Our God will make you worthy of his calling. Worthy of his calling. You receive the gospel. You receive the word of God. You receive the calling. You start moving with Christ. When you start moving with Christ, see, when you start moving with Christ, Christ started sharing the gospel. He started sharing the word of God. അനുസരിക്കാത്തവർ So faithful Christ started sharing with you one thing. If you don't obey the word of God, if you run away from me, your life will be a distraction. Be with me. എന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു. അവരിതാ നെക്സ്റ്റ് ഇനി മലയാളം. Praise the Lord. When you start obeying from the verses from Christ, when you start obeying the commandment of God, God will count you worthy of his calling. ഇവനെ വിളിച്ചതും കൊള്ളാം, ഇവൻ വിളിക്കത്തോടെ നടക്കുന്നതും കൊള്ളാം, ഇവൻ കൊള്ളാം. He is good. He is living according to my calling. എന്ന് ആർക്ക് ബോധ്യമായി? അപ്പസ്തോലന്മാർക്ക് ബോധ്യമായി, സഭയ്ക്ക് ബോധ്യമായി, ക്രിസ്തുവിന് ബോധ്യമായി. അവിടെ എന്ത് സംഭവിച്ചു? 1 Timothy chapter 1:12. I thank Christ Jesus our Lord, who has given me strength, that he considered me trustworthy, appointing me to his service. Praise the Lord. 1 Timothy 12. And I thank Christ Jesus our Lord, who has enabled me, because he counted me faithful, putting me into the ministry. So I want to tell again from the beginning, you are a normal man. You belong to the world. You receive the heavenly calling. You didn't understand anything. Holy Spirit came upon you. He revealed the truth. Then you realized, I want to change my life. Then you start the spiritual journey with Christ. When you start the spiritual journey with Christ, Christ started conveying the message from heaven. When he conveyed the message from heaven, you started obeying the message from heaven. So Christ, when you start moving with Christ, you realize one truth: Christ is faithful. When you obey the commandment of God, Christ realizes one thing: you are faithful. Hallelujah. When these two faithful meet together, God selected Christ. Same way God is selecting you. Hallelujah. Praise the Lord. കർത്താവ് വിശ്വസ്തനാണെന്ന് നിനക്ക് തോന്നുന്നത് പോലെ നീ വിശ്വസ്തനാണെന്ന് കർത്താവിന് തോന്നണം. You realize the truth. Christ is faithful. Now Christ is saying, this year you walk with me. I will convey, I will provide, and prove that I will enable you to prove that you are faithful, and I will put you into my ministry.
ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് സെക്കൻഡ് പാർട്ടാണ്. Once you are selected, what God is going to do in this 2025. നീ സെലക്ട് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. സെലക്ട് ചെയ്യണം, എന്ത് ചെയ്യണം? എന്നെ ദൈവം വിളിച്ചെന്ന് നീ ഉറപ്പ് വിശ്വസിക്കണം. ആ ഉറപ്പിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ മാനസാന്തരം വരുത്തണം. ഞാൻ ക്രിസ്തുവുമായി നടക്കണം, വചനം അനുസരിക്കാൻ തുടങ്ങണം. നീ വിശ്വസ്തനെന്ന് തെളിയിക്കണം. Prove yourself you are faithful. Then God will select you. Once you are selected, God is going to do some unexpected things in your life in 2025. അതെന്താന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വേഗത്തിൽ വായിച്ച് സഹായിക്കുക. Genesis 22:17 and 18. Genesis 22, ഉൽപ്പത്തി 22, 17, 18. ആ ആ ഉം 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 Amen. In English. I will surely bless you and make your descendants as numerous as the stars in the sky and as the sand on the seashore. Your descendants will take possession of the cities of their enemies. And through your offspring all nations on earth will be blessed because you have obeyed me. Praise the Lord. Because you obeyed me, you are selected. First thing God is going to do is abundance blessing in your life and your children life. Hallelujah. നിന്റെ തലമുറയുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ആമേൻ അബണ്ടൻസ്, സമൃദ്ധിയുടെ ഒരു വർഷം ദൈവം തരാൻ പോകുക. കാരണം നീ ദൈവത്തോട് കൂടിരുന്ന് ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുന്നത് കൊണ്ട്. ഒന്നാമത്തെ കാര്യം ബ്ലെസ്സിങ് ഇൻ അബണ്ടൻസ്. സമൃദ്ധിയായ അനുഗ്രഹം. ഈ ഒത്തിരി കാശ് കിട്ടുന്നതാണോ? അല്ല, സ്പിരിച്വലി, എല്ലാം സ്പിരിച്വലി. അതോടൊപ്പം നിനക്ക് വേണ്ട എല്ലാ നന്മയും ദൈവം തരും. യു വിൽ ബി ബ്ലെസ്ഡ് ഇൻ അബണ്ടൻസ്. ഇപ്പൊ ഒന്നിനും തികയുന്നില്ല, എത്ര കിട്ടിയാലും തികയുന്നില്ല. നിനക്ക് തികയുന്നതിനപ്പുറം സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞ പോലെ സമൃദ്ധിയായ അനുഗ്രഹം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു റിസീവ് 2025 ബ്ലെസ്സിങ് ഇൻ അബണ്ടൻസ്. രണ്ടാമത് ജെനസിസ് 41:40-41. ജെനസിസ് 41:40-41. 41-ന്റെ ആ Praise the Lord. രണ്ടാമത്തെ പ്രോമിസ്. Once you are selected, you are proved faithful, you will receive promotions in your spiritual life. You will receive promotion in your physical life. നീ ചിന്തിക്കുന്ന പ്രൊമോഷൻ അല്ല, ദൈവം ചിന്തിക്കുന്ന പ്രൊമോഷൻ നിനക്ക് കിട്ടും. ദൈവം നിന്നെ ഉയർത്തും. ഹി വിൽ പ്രൊമോട്ട് യു. ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ് ദൈവ ഇഷ്ടപ്രകാരം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. 1 Samuel chapter 3, 19-20. അടുത്തത് ആ ആ ആ സാമുവേൽ ഗ്രൂ ഇൻ സ്പിരിറ്റ്. നിന്റെ ആത്മീയ ജീവിതത്തിൽ ദൈവം നിനക്ക് വളർച്ച തരുവാൻ പോവുകയാണ്. അത് മാത്രമല്ല, when you grow in spirit, presence of God will be with you and God will approve you. God will approve you that this person is approved by heaven. Hallelujah. നീ ദൈവത്തിന്റെ മകനാണെന്ന് ഈ ഭൂമിയിൽ ദൈവം പ്രഘോഷിക്കാൻ പോവുകയാണ്. സ്തോത്രം. നിന്നെ വളർത്തി നിന്റെ കൂടിരുന്ന് ദാൻ മുതൽ ബെർശേബ എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവം നിന്നെ മാനിക്കാൻ പോകുക. യു ആർ ഗോയിങ് ടു ബി an approved servant of God. You are going to be approved from heaven. Hallelujah.
പ്രൈസ് ദ ലോർഡ്. നിന്നെ അപ്രൂവ് ചെയ്യാൻ പോവുക ദൈവം. ഇനി എക്സോഡസ്, പുറപ്പാട് പുസ്തകം ചാപ്റ്റർ 3, 8 and 11. 8 ആദ്യം വായിക്കുക, പിന്നെ 11 വായിക്കുക. ആ ആ ആ 11. ആ ആ ആകെയാൽ വരിക എന്നുള്ള 10 ആണോ? 3:10 ആണ്. 3:10, സോറി, 3:10. ഓക്കെ. ആ പ്രൈസ് ദ ലോർഡ്. God is going to make you a great leader, leading God's people to the God's destiny. ദൈവത്തെ സ്തുതിക്കുക. God will make you to lead the people to the God's destiny. ദൈവം അപ്രൂവ് ചെയ്ത ശേഷം ദൈവത്താൽ ഒരു നേതാവായി, ജനത്തെ നയിക്കുന്ന നായകനായി, ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ജനത്തെ കൊണ്ടുപോകുന്ന ഒരു നായകനാക്കി മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇത് പറയുമ്പോൾ ഓർക്കും, ഹൗ ഐ ക്യാൻ ബിക്കം എ പാസ്റ്റർ? നോ, യു ആർ ദ ലീഡർ ഓഫ് യുവർ ഫാമിലി. നീ ഉറച്ചു നിന്നാണ്ടല്ലോ, നിന്റെ പുറകെ മുഴുവൻ കുടുംബവും വരും. ഹോൾ ദ ഫാമിലി വിൽ കം. ഹല്ലേലൂയ. യു ആർ ദ ലീഡർ ഓഫ് യുവർ വർക്ക് പ്ലേസ്. നീ ഉറച്ചു നിൽക്കാമെങ്കിൽ the people will come out from the workplace. Wherever you are, God is going to make you a great leader. Hallelujah. Hallelujah. You lead the people. They will follow Christ. നീ അവരെ ലീഡ് ചെയ്യും, അവർ ക്രിസ്തുവിനെ അനുഗമിക്കും. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 17, 7 and 8. വേഗത്തിലാട്ടെ. It's all the promises. When you obey, you are selected by God. 1 ദിനവൃത്താന്തം 17, 7, 8. ഫസ്റ്റ് ക്രോണിക്കൽ 7. അരുളി ചെയ്യുന്നു. ആ ആ ആ മതി. Now therefore thus shall you say to my servant David, thus says the Lord of hosts, I took you from the sheepfold, from following the sheep, to be ruler of my people of Israel. നീ ഇപ്പോൾ ആരാ? ഷെപ്പേർഡ്. നീ നാളെ ആരാ? നീ റൂളറാകാൻ പോവുക. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഫാമിലി കൊടുത്ത ഡെസ്റ്റിനി എന്തായിരുന്നു? The family gave the destiny for David. എന്തായിരുന്നു? Be a shepherd. The world gave him a designation, shepherd. God is saying, God is going to change your designation, amen, according to his will. Hallelujah. You are not a shepherd, you are going to be a ruler. Hallelujah. Praise the Lord. ruler എന്ന് പറയുമ്പോൾ രാജാവാകല്ല. If you study from the word of God, what's the power of king? Both ഒരു പുരോഹിതനും രാജാവ് രണ്ടുകൂടെ മിക്സായി വരുന്നൊരു അനുഭവമാണ്. അത് പഠിക്കാൻ ഒത്തിരി സമയമുണ്ട്. ബട്ട് ഹിയർ ജസ്റ്റ് ലിസൺ. ഗോഡ് ഇസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ഡെസിഗ്നേഷൻ ഫ്രം ഷെപ്പേർഡ് ടു റൂളർ. ഹല്ലേലൂയ. ആൻഡ് വൺ മോർ തിങ്, ജെറമിയ 1:10. See, have these days set you over the nations and over the kingdoms, to root out and to pull down, to destroy and to throw down, to build and to plant. Praise God. Hallelujah. God is giving the power of the Holy Spirit to destroy the ungodly and build the godly things in the world. ജനത്തെ വഞ്ചിക്കുന്ന, ജനത്തെ നശിപ്പിക്കുന്ന കള്ള ഇടയന്മാർ നടുവിൽ നിന്ന് ദൈവജനത്തെ
പറിച്ചെടുത്ത് അതിനെ നശിപ്പിച്ച് ആമേൻ ദൈവസഭയെ പണിതെടുക്കുന്ന ആമേൻ build the godly things and destroy the ungodly things. God is giving the power upon the church. Praise God. Amen. Is there any person who is following another Christian life? Any person is not following Christ, you will destroy the ungodly things and you will bring them to you build the house, you build the people, you will bring the people to Christ. ഒരു വലിയ പവർ, അതോറിറ്റി ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. അപ്പോൾ when you are selected, വേഗത്തിൽ പറയാം, blessing in abundance, heavenly promotions are going to come. Praise the Lord. You are going to become a great leader. You are going to become a great ruler. And you are going to be approved by God, and God will give the power to build and destroy, build the godly things and destroy the ungodly things. Praise God. If you feel I am having a negative things in my life which is ungodly in you, God is going to give the power to overcome that. Hallelujah. നിന്നിൽ തന്നെ പൈശാചികമായതുണ്ടെന്ന് നീ കാണുമ്പോൾ അതിനെ ജയിപ്പാനുള്ള കൃപയും കൂടെ നിന്റെ മേൽ പകരുകയാണ്. You have the power over the ungodly things. Destroy them and build the godly things. Hallelujah. Hallelujah. അങ്ങനെയാണെങ്കിൽ ഒരു വാക്കോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2025 ഒരു ഗുഡ് ന്യൂസ്, there is a good news. അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2 Peter chapter 1, 10 and 11. 2 പത്രോസ് 1:10-11. ആ ആ ആ Praise the Lord. What is the good news? Therefore, brethren, be even more diligent to make your call and election sure. 2024 വരെ you are in the period of calling. നിങ്ങൾക്ക് എന്തായിരുന്നു? You were sure. നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവം എന്നെ വിളിച്ചതാണെന്ന്. But 2025 is the year you are going to make sure that you are selected by God. അങ്ങനെയെങ്കിൽ you will make sure you will enter the kingdom of God. Hallelujah. 2025. Now I cannot explain what to tell to you. God is going to do unexpected things in your life because many are called. You are one among the few who are chosen. ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ ജീവിതത്തെ ഉടച്ചു വാർത്ത് ആമേൻ ആമേൻ ദൈവത്തിന് മഹത്വമുള്ള രീതിയിൽ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുക. In your life, God is going to do great things which will glorify the name of your heavenly Father. Amen. You are transferred from the period of calling to the period of to be elected. That means you are more closer with Christ. You are more closer to heaven. You are leading a life, a victorious life, because I got the entry pass to enter the kingdom of God. Hallelujah. Praise God. Praise God. Many are called. അവരെ മറന്നേക്കൂ. I am called. I am selected. Hallelujah. God realized I am faithful. He is going to select me. And all the promises He has given today, it is going to happen in my life. കടലടയ്ക്കാൻ പ്രാർത്ഥനയ്ക്കായി എഴുതിയിരിക്കാം.